എല്ലാവർക്കും ഇംഗ്ലീഷ് ഗ്രാമർ മെയ്ഡ് ഈസിയിലേക്ക് സ്വാഗതം. ആദ്യമായി ക്വസ്റ്റ്യൻ ടാഗ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ ഉത്തരത്തിൽ ആദ്യം എഴുതേണ്ടത് ചോദ്യത്തിലുള്ള സഹായക ക്രിയയാണ്. ആം, ഈസ്, ആർ, വാസ്, വേർ, do, does, did, have, has, had, shall, should, will, would, can, could, may, might, must, dare, need, used, ought എന്നിവയാണ് സഹായക ക്രിയകൾ അഥവാ ഓക്സിലറി വെർബ്സ്. ചോദ്യം പോസിറ്റീവ് ആണെങ്കിൽ സഹായക ക്രിയയുടെ കൂടെ നോട്ട് ചേർക്കണം. ചോദ്യം നെഗറ്റീവ് ആണെങ്കിൽ നോട്ട് ചേർക്കരുത്. ചോദ്യത്തിൽ നോ, നോട്ട്, നോബഡി, നത്തിങ്, നെയ്തർ, നൺ, നെവർ, നോവേർ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റയർലി, ഫ്യൂ, ലിറ്റിൽ, സെൽഡം തുടങ്ങിയവ വന്നാൽ ചോദ്യം നെഗറ്റീവ് ആയിരിക്കും. ഇത്തരം വാക്കുകൾ ഇല്ലാത്ത ചോദ്യം പോസിറ്റീവ് ആയിരിക്കും. ചോദ്യത്തിൽ എ ഫ്യൂ, എ ലിറ്റിൽ ഇവ വന്നാലും പോസിറ്റീവ് ആയിരിക്കും. ഉത്തരം എഴുതുമ്പോൾ ആദ്യം ചോദ്യത്തിനുള്ള സഹായക ക്രിയ എഴുതിയ ശേഷം സബ്ജക്റ്റിന് അനുയോജ്യമായ മാറ്റം വരുത്തി അതും എഴുതണം. ഉത്തരത്തിന് ശേഷം അവസാനം ചോദ്യചിഹ്നം ഇടാൻ മറക്കരുത്. ഉത്തരത്തിന്റെ സബ്ജക്റ്റ് ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ, ദേർ, വൺ ഇവയിൽ ഏതെങ്കിലും ആയിരിക്കണം. ചില സഹായക ക്രിയയോടുകൂടെ നോട്ട് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആമിനോട് നോട്ട് ചേർത്താൽ ആമിന്റെ അല്ല ആറിന്റെ ആണ്. അതുപോലെ തന്നെ ഷാലിനോട് നോട്ട് ചേർത്താൽ ഷാലിന്റെ അല്ല ഷാന്താണ്. വിൽ പ്ലസ് നോട്ട് സമം വോണ്ട്, യൂസ്ഡ് പ്ലസ് നോട്ട് സമം ഡിഡിന്റ്. ബാക്കിയുള്ള സഹായക ക്രിയകളോട് നോട്ട് ചേർക്കുമ്പോൾ അവസാനം എൻടി ചേർത്താൽ മതി. ചോദ്യത്തിലെ സബ്ജക്റ്റ് ഐ, യു, വി, ഹി, ഷീ, ഇറ്റ്, ദേ, ദേർ, വൺ ഇവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം. ചോദ്യത്തിലെ സബ്ജക്റ്റ് എവരിവൺ, എവരിബഡി, എനിവൺ, എനിബഡി, സംവൺ, സംബഡി, നോവൺ, നോബഡി ഇവയിൽ ഏതെങ്കിലും ആയാൽ ഉത്തരത്തിൽ ദേ ആണ് എഴുതേണ്ടത്. ഇനി സബ്ജക്റ്റ് മാറ്റുന്ന വിധം നോക്കാം. ചോദ്യത്തിലെ സബ്ജക്റ്റ് ഏതെങ്കിലും ആളിന്റെ പേരായാൽ ഹി എന്നും, പെണ്ണിന്റെ പേരായാൽ ഷി എന്നും, മൃഗം, വസ്തു, സാധനം, സ്ഥലം എന്നിവയാൽ ഇറ്റും, ഒന്നിലധികം വന്നാൽ ദേ എന്നുമാണ് എഴുതേണ്ടത്. അസ് വന്നാൽ വി എന്ന് എഴുതാൻ മറക്കരുത്. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ ചെയ്തു നോക്കാം. ചോദ്യം 1, ഐ ആം എ പോലീസ്മാൻ. ആദ്യമേ സഹായക്രിയ ഏതാണ് കണ്ടുപിടിക്കുന്നു. ഇവിടെ ചോദ്യത്തിൽ ആം ആണ് സഹായക്രിയ ആയിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ചോദ്യം പോസിറ്റീവ് ആയതിനാൽ ആമിനോട് നോട്ട് ചേർത്ത് ആറിന്റെ നഖി എഴുതുന്നു. പിന്നീട് ചോദ്യം ഐ ആയതിനാൽ ഉത്തരത്തിലും ഐ തന്നെ എഴുതുന്നു. ആറിന്റെ ഐ. നമ്പർ 2, they have a car. ചോദ്യത്തിൽ ഹാവ് ആയതിനാൽ ഹാവ് എടുത്തെഴുതുന്നു. ചോദ്യം പോസിറ്റീവ് ആയതിനാൽ ഹാവിനോട് കൂടെ നോട്ട് ചേർത്ത് ഹാവിന്റെ നാക്കി മാറ്റുന്നു. പിന്നീട് സബ്ജക്റ്റ് ദേ ആയതുകൊണ്ട് ദേ എടുത്തെഴുതുന്നു. ഉത്തരം ഹാവിന്റെ ദേ. ചോദ്യം നമ്പർ 3, റാണി ഈസ്
നോട്ട് ഹിയർ. ഇവിടെ സഹായകരെ ഈസാണ്. ചോദ്യത്തിൽ നോട്ട് ഉള്ളത് കൊണ്ട് നെഗറ്റീവ് ആയതിനാൽ NT ചേർക്കേണ്ടതില്ല. റാണി പെണ്ണായതുകൊണ്ട് ഷീ. ഉത്തരം ഈസ് ഷീ. ശ്രദ്ധിക്കുക, ഇവിടെ N എഴുതേണ്ട ആവശ്യമില്ല, അത് അറിയാതെ എഴുതി പോയതാണ്. ഉത്തരം ഈസ് ഷീ. ആർ എബ്രോഡ്. ആറാണ്. ചോദ്യം പോസ്റ്റ് 5. ഇവിടെ